രചന കൃഷ്ണപ്രിയ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അബി ഡാ ഇറങ്ങി വാടാ അങ്ങോട്ട്, മോഹനൻ തമ്പി ഉച്ചത്തിൽ പറഞ്ഞു. എന്താ തമ്പി പ്രശ്നം? പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനുമ്പ് നിങ്ങളെ പുന്നാര മോനെ കൊണ്ട് വിളിക്ക്. ഇതെന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലേ? അതിനുമ്പ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണാം. തെക്കേ പറമ്പിൽ വീട്ടിൽ മരിച്ചുപോയ ഭാസ്കറിന്റെയും ഭവാനി അമ്മയുടെയും മകൻ അബിയും, മേലെടുത്ത് വീട്ടിൽ മോഹൻ തമ്പിയുടെയും ചിത്രയുടെയും മകൾ ആതിരയും വിവാഹിതരായി. തമ്പിക്കും ചിത്രയ്ക്കും ഒറ്റ മകളാണ് ആതിര. അച്ചു എന്നവർ സ്നേഹത്തോടെ വിളിക്കും. അച്ചു സുന്ദരിയാണ്. നിറയെ കൺപീലികളുള്ള മനോഹരമായ കണ്ണുകൾ, ചുവന്ന കുഞ്ഞി ചുണ്ടുകൾ, തൊട്ടാൽ ചോര പൊടിയുമെന്ന് തോന്നുന്ന പോലെയുള്ള രണ്ട് ചുവന്ന കവിളുകൾ. ഇനി അബി, ഭാസ്കറിന്റെയും ഭവാനിയുടെയും മൂത്തപുത്രൻ. ഇളയതൊന്നുണ്ട്, അനന്തു, കോളേജിൽ പഠിക്കുകയാണ്. ഭാസ്കരൻ ഇരുവരുടെയും ചെറുപ്പത്തിലേ മരിച്ചതാണ്. പിന്നീട് അമ്മയാണ് ഇരുവരെയും പഠിപ്പിച്ച്. അബിക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിച്ചു. ജോലി കിട്ടിയ ശേഷം അവനാണ് അനന്തുവിനെ പഠിപ്പിക്കുന്നത്. ഇത്രയും കാലവും അവർക്ക് വേണ്ടി ആ അമ്മ ചോര നീരാക്കി കഷ്ടപ്പെട്ടു. ഇനി അമ്മയെ കൊണ്ട് ജോലി ചെയ്യാൻ അബി തയ്യാറായിരുന്നില്ല. അബിയെ പറ്റി മറ്റൊരു കാര്യം പറയണമെങ്കിൽ ഇവരുടെ പെണ്ണുകാണൽ ദിവസം ഒന്ന് കണ്ടു നോക്കാം. അബിയുടെയും ആദ്യത്തെയും പെണ്ണുകാണൽ ദിവസത്തിൽ എല്ലാവരും ചെറുക്കനാണെന്ന് കരുതി അനന്തുവിനെയാണ്. അബി ആർക്കും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമായില്ല. കാരണം അവൻ കുറച്ച് നിറം കുറവാണ്. നല്ല ജോലിയും മനസ്സും ഉണ്ടായിട്ടും എന്നും ആളുകൾക്ക് വലുത് തൊലിയുടെ നിറമാണ്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു, എനിക്ക് പയ്യനെ ഇഷ്ടമായി, എനിക്ക് ഇത് തന്നെ മതി. അല്ല മോളെ, നമുക്കൊന്നുകൂടെ ആലോചിക്കാനൊന്നുമില്ല, എനിക്ക് ഇത് തന്നെ മതി, ഞാൻ ഉറപ്പിച്ചു. അബി അച്ചു പറഞ്ഞിട്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു. കാരണം ഇന്നോളം അവൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. ആർക്കും അവൻ ഈ തൊലിയുടെ നിറം ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. അബി ഓർത്തു, ഇത്രയും സുന്ദരിയായി ഇവൾക്ക് എന്നെ എങ്ങനെ? അങ്ങനെ അവർ വിവാഹിതരായി. ഇന്ന് അബിയുടെയും അച്ചുവിന്റെയും ആദ്യരാത്രിയാണ്. അച്ചു ഒരു ഗ്ലാസ് പാലുമായി മുറിയിലേക്ക് ചെന്നു. എന്നാൽ അവൾ സ്വപ്നം കണ്ട ഒരു ജീവിതമായിരുന്നില്ല അവൾക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. അബിയേട്ടാ, പാല്? ഞാൻ പാല് കുടിക്കാറില്ല, താൻ കുടിച്ചോളൂ. എങ്കിൽ പിന്നെ ഞാൻ കുടിച്ചോളാം. അവൾ ഗ്ലാസ് കട്ടിലിന്റെ അടുത്തുള്ള മേശയിൽ വെച്ചു. ശേഷം ഒരു വിറയലോടെ അബിയുടെ അടുത്ത് വന്നിരുന്നു. അച്ചു അടുത്തിരുന്ന അബി എന്തോ പേടിച്ച് പെട്ടെന്ന് വെപ്രാളപ്പെട്ട് എണീറ്റു. എന്തു പറ്റി അബിയേട്ടാ? ഏയ് ഒന്നുമില്ല, എനിക്ക് ഉറക്കം വരുന്നു. ഓ അതായിരുന്നു, അതിന് നമുക്ക് കിടക്കാലോ. അത് ഞാൻ താഴെ കിടന്നോളാം, താൻ കട്ടിൽ കിടന്നോ. അതെന്താ അബിയേട്ട ഇങ്ങനെ താഴെ കിടക്കുന്നത്? അത് ഞാൻ രാത്രിയിൽ കയ്യോ കാലൊക്കെ എടുത്ത് പുറത്തിടും. എനിക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്, അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇരുന്നാൽ ശരിയാവില്ല. അത് കേട്ട് അച്ഛൻ ചിരിച്ചു. എന്റെ അബിയേട്ടാ, അതാണോ പ്രശ്നം? എന്റെ ദേഹത്തല്ലേ, ഞാൻ നിങ്ങൾ താരിയിട്ട് നിങ്ങളുടെ ഭാര്യയല്ലേ, പിന്നെന്താ പ്രശ്നം? എന്നാലും വേണ്ടടോ, ശരിയാവില്ല, താൻ കിടന്നോ. അത്രയും പറഞ്ഞ് പായും തലയെണ്ണയുമായി ആ നിലത്തി കിടന്നു. അച്ചുവിനൊന്നും മനസ്സിലായില്ല. ചിലപ്പോൾ ആദ്യമായി മറ്റൊരു പെണ്ണിന്റെ കൂടെ കിടക്കാനുള്ള മടിയുണ്ടാവും, അവൾ മനസ്സിലോർത്തു. എന്നാൽ ദിവസങ്ങൾ ഇല കൊഴിയും പോലെ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആഴ്ച 2ആയി. അബി എന്നും നിലത്ത് തന്നെ. അങ്ങനെ ഒരു ദിവസം അബി മുറിയിലേക്ക് വന്നപ്പോൾ കണ്ടത് അവൻ കിടക്കുന്ന പായിൽ അച്ചി കിടക്കുന്നതാണ്. താനെന്താ ഇവിടെ? ഇന്ന് ഞാൻ ഇവിടെ കിടന്നോളാം, അബിയുടെ മോളിൽ കിടന്നോളൂ. അവരൊന്നും മിണ്ടാ കട്ടിൽ കയറി കിടന്നു. എന്റെ കൃഷ്ണ, ഇതെന്തു മനുഷ്യനാ! ഞാനെന്തിനാ നിലത്ത് കിടക്കുന്നതെന്ന് ചോദിക്കുക പോലും ചെയ്തില്ലല്ലോ ഇങ്ങനെ. ഓ, വയറും നടുവൊക്കെയാണല്ലോ ഈശ്വര. അബിയെ എന്നെ ചേർത്ത് പിടിച്ചാൽ നെഞ്ചിൽ കിടത്തിക്കോടെ? അച്ചു വിഷമത്തോടെ ആലോചിച്ചു. ശേഷം വേദന കാരണം വയറിൽ അമർത്തി പിടിച്ചു. ഇതെല്ലാം മുകളിൽ കിടന്നുകൊണ്ട് അബി കാണുന്നുണ്ടായിരുന്നു. എന്താണോ, എന്താ പറ്റി? തനിക്ക് സുഖല്ലേ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നോണ പറയുന്നത് ഞാൻ കണ്ടല്ലോ വയറിൽ അമർത്തി പിടിക്കുന്നത്. അത് പിന്നെ തനിക്ക് പീരീഡ്സ് ആണോ? അവളൊന്ന് പതിയെ മൂളി. കൊള്ളാം. എന്നിട്ടാണ് ഇത്രയും വേദന വെച്ച് തണുപ്പടിച്ച് ഈ തറയി കിടക്കാൻ പോകുന്നത്? അബി പറയുന്ന കേട്ട് അച്ചു ഒന്ന് ഞെട്ടി. ഇങ്ങേർക്കെന്റെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധയുണ്ടായിരുന്നോ? താവാ, വന്ന് പെട്ടിക്കിടക്ക്. അത് കേട്ടത് അച്ചുവിന്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു. താനെന്തീ ആലോചിക്കുന്നത്? വന്ന് കിടക്ക്, ഞാൻ താഴെ കിടന്നോളാം. അച്ചുവിന്റെ സന്തോഷം അസ്ഥാനത്തായിക്കൊണ്ട് അബിയുടെ മറുപടി. നിർബന്ധിച്ച് അവളെ കട്ടിൽ കിടത്തി അവനും നിലത്ത് കിടന്നു. പിന്നെയും ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം രാവിലെ അബി ഓഫീസിൽ പോകാൻ റെഡിയാവുകയായിരുന്നു. അച്ചു അവനുള്ള ചായയുമായി മുറിയിലേക്ക് വന്നു. കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുന്ന അബിയെ അവൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു. എന്റെ കൃഷ്ണ, എന്ത് ഭംഗി ഇങ്ങനെ കാണാൻ! ആ കട്ട താടിയും മീശി ഉറച്ച ശരീരവും കണ്ണുകളും. ഏത് പെണ്ണിനെ ഇയാൾ ഇഷ്ടാവാത്തെ? ആരോ വാതിലിന്റെ അവിടെ നിൽക്കുന്ന പോലെ തോന്നിയോണ്ട് അബി തിരിഞ്ഞു നോക്കി. എന്താ അവിടെ നിൽക്കുന്നത്? ഒന്നുമില്ലേട്ടാ, എന്താ ചായ അവിടെ വെച്ചേക്ക്. അബിയേട്ടാ, ഇന്ന് നേരത്തെ വരുമോ? എന്തിനാ? ഒന്ന് അമ്പലം വരെ പോവാനാ. വരുമോ? നോക്കട്ടെ. അത്രയും പറഞ്ഞിട്ട് അവൻ ചായ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇങ്ങനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ട കൃഷ്ണ? ഉറപ്പാണ് അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ അവഗണിക്കുന്നത്. അബി വൈകിട്ടെത്തി കുളിക്കാൻ കയറി. ആ സമയത്ത് അച്ചു സാരി കൊടുത്ത് നെറുകയിൽ സിന്ദൂരവും അണിഞ്ഞ് സുന്ദരിയായി ഒരുങ്ങി. അബി കുളി കഴിഞ്ഞിറങ്ങുന്ന കാത്തു നിന്നു. അബി കുളിച്ചിറങ്ങുമ്പോൾ കാണുന്നത് സുന്ദരിയായി നിൽക്കുന്ന അച്ചുവിനെയാണ്. ഒരു നിമിഷം അവനിലെ പുരുഷനുണർന്നു. രണ്ടുപേരുടെയും കണ്ണുകളുടക്കി. അവന്റെ കണ്ണും മനസ്സും ഒന്ന് പാളി. അവന്റെ നോട്ടം അവളുടെ ചുവന്ന ചുണ്ടുകളിലേക്കായി. പതിയെ സാരിയുടെ ഇടയിലൂടെ കാണുന്ന അവളുടെ ഇടുപ്പിലേക്കും അവന്റെ കണ്ണുകൾ പാഞ്ഞു. ഇതെല്ലാം അച്ചു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തന്നോട് അബിക്ക് പ്രണയമുണ്ടെന്ന് അവന്റെ കണ്ണുകളിലെ തിളക്കം അവളോട് പറഞ്ഞു.
പക്ഷേ എല്ലാ വികാര വിചാരങ്ങളെയും ഉള്ളിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ പോയി അലമാരയിൽ നിന്ന് ഷർട്ടും എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങി. അച്ചു പെട്ടെന്ന് അബിയുടെ കയ്യിൽ കയറി പിടിച്ചു. അവളുടെ സ്പർശനം അവന്റെ ശരീരത്തിൽ ഒരു മിന്നൽ പോലെ അനുഭവപ്പെട്ടു. നിക്കാബിയേട്ടാ, ഇതെങ്ങോട്ടാ? നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ? അതിനു വേണ്ടിയാ ഞാൻ ഈ ഒരുങ്ങി നിൽക്കുന്നേ. താൻ അമ്മയും കൂട്ടി പോകും. അതെന്താ ഏട്ടൻ വരുന്നില്ല എന്റെ കൂടെ? ഇല്ല, എനിക്കെന്തോ സുഖമില്ല. അയ്യോ, എന്ത് പറ്റി? പനി വല്ലതും ആണോ? അച്ഛൻ അവന്റെ നെറ്റിൽ കൈവച്ച് ചൂട് നോക്കി. പക്ഷെ അവൻ പെട്ടെന്ന് അവിടെ കൈ തട്ടി മാറ്റി. എടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, താൻ ചെല്ല്, അമ്മയുടെ കൂടെ പോകും. അബിയുടെ ശബ്ദമൊന്ന് കടുത്തു. അതുകൂടിയായപ്പോൾ അച്ചുവിനെ താങ്ങാനായില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ അബിയേട്ടാ നിങ്ങളുടെ പ്രശ്നം? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്? എന്നോട് ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത്. നിങ്ങൾ ആ ഇഷ്ടം എത്ര മറച്ചു വെച്ചാലും നിങ്ങളുടെ കണ്ണിൽ കാണാം എന്നോടുള്ള പ്രണയം. കുറച്ച് മുമ്പൂടി നിങ്ങളുടെ കണ്ണിൽ ഞാനത് കണ്ടതാ. എന്തിനാ ഉള്ളിൽ എന്നോട് ഇത്ര ഇഷ്ടമുണ്ടായിട്ടും അത് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നേ? അത്രയും പറഞ്ഞു തീരെ താഴെ നിന്ന് അച്ചുവിന്റെ അച്ഛന്റെ ശബ്ദമുയർന്നു. അബിയാച്ചുവും താഴേക്ക് ഇറങ്ങി ചെന്നു. ഇതാണ് കഥയുടെ തുടക്കം നമ്മൾ കണ്ടത്. ഇനി ബാക്കി തുടരാം. അബിയാച്ചുവും താഴെ എത്തി. ഓ, എത്തിയോടി നീ മോളെ അച്ചു? എന്താ അച്ഛാ, എന്താ പ്രശ്നം? മോനെ, ഇതേ എന്തൊക്കെയോ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ അച്ഛാ, എന്താ കാര്യം? എല്ലാം പറയാം മോളെ. ഇവന്റെ അമ്മയെല്ലാരും ചേർന്ന് നമ്മളെ പറ്റിക്കായിരുന്നു. എല്ലാവരുടെയും മുഖഭാവങ്ങൾ മാറി മറിഞ്ഞു. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? പറ്റിച്ചെന്നോ? എന്ത് പറ്റിച്ചെന്നാ? അതേ മോളെ, ഈ അബി നിന്നെ കെട്ടും മുമ്പ് വേറൊരു തീ കെട്ടി അവളുടെ കൂടെ പോർത്തിട്ടാ നിന്നെ കെട്ടുന്നത്. അച്ചുവിന് അവളുടെ കാതുകളെ വിശ്വസിക്കാനായില്ല. അച്ഛാ, അച്ഛൻ എന്തായി? ദാ നിൽക്കുന്നില്ലേ, ഇവനോട് തന്നെ ചോദിക്ക്. അബിയേട്ട, സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നേ? അതെ. ഒട്ടും താമസിക്കാതെ അവൻ മറുപടി നൽകി. അച്ചുവിന് അവളുടെ ശ്വാസം നിലച്ച പോലെ തോന്നി. ആ, കൊള്ളാം. ഞാൻ കരുതിയത് ഇവൻ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന, പക്ഷെ ഒട്ടും ലജ്ജയില്ലാതെ ഒറ്റടിക്ക് തന്നെ ഇവനെല്ലാം സമ്മതിച്ചല്ലോ. വാ മോളെ, ഇനി എന്തിനാ അവിടെ നിൽക്കുന്നേ? നമുക്ക് പോവാം. എന്റെ കൊച്ചിന്റെ ജീവിതം തകർത്തപ്പോ തള്ളയ്ക്കും മോനും സമാധാനമായല്ലോ. തമ്പി, ഇങ്ങനെയൊന്നും പറയരുത്. മോളെ കൊണ്ടുപോയത് ഞാനൊന്ന് പറയട്ടെ. വേണ്ട, നിങ്ങൾ ഇനി ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ഇപ്പോഴും കേട്ടൊന്നും വിശ്വസിക്കാനാവാതെ അച്ചു ഇറങ്ങിലിച്ച് നിൽക്കുകയായിരുന്നു. അച്ഛൻ നിർത്ത്, അച്ഛൻ ചെല്ല്, ഞാനിപ്പോ വരുന്നില്ല. ഈ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നാളെ രാവിലെ അച്ഛനെ വിളിക്കാം. അപ്പൊ ആവശ്യമെങ്കിൽ അച്ഛൻ എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോ. മോളെ, അത് മതി അച്ഛാ, അച്ഛൻ ചെല്ല്. അച്ചു തമ്പിയെ പറഞ്ഞു വിട്ടു. തമ്പി പോയതും അബി മുറിയിലേക്ക് കയറിപ്പോയി. പിന്നാലെ അച്ചുവും ചെന്നു. അബിയേട്ടാ, ശരിക്കും സത്യമാണ് ഞാൻ കേട്ടതൊക്കെ? അതെ, ഞാൻ താഴെ വെച്ച് തന്നെ അതിനുള്ള മറുപടി ഒന്നല്ലേ? അവന്റെ ശബ്ദം കുറച്ചതായിരുന്നു. അച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്നിട്ട് ആ കുട്ടി എവിടെ? എനിക്ക് പഴയ കാര്യങ്ങൾ സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. അവന്റെ ശബ്ദം വീണ്ടും കൂടുതൽ ദൃഢമായി. അച്ചുവിന് ഇത് ക്ഷമയുടെ നെല്ലിപ്പലകയായിരുന്നു. അവൾ അബിയുടെ ഷർട്ടിന്റെ കോളിൽ പിടിച്ചു. ശേഷം നാവിൽ നിന്ന് വാക്കുകൾ പുറത്തു വരാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുഖം പൊത്തി. നിലത്ത് കട്ടിലിന്റെ പടിയോട് ചേർന്നിരുന്ന് കരയാൻ തുടങ്ങി. എന്നാൽ ഇത്തവണ അബിക്കും പിടിച്ചു നിൽക്കാനായില്ല. അവളുടെ കണ്ണുനീരിന് മുമ്പിൽ അവന് തോൽവി സമ്മതിക്കേണ്ടി വന്നു. അവൻ അവൾക്ക് നേരെയായി നിലത്തിരുന്നു. എടോ അച്ചു. അവന്റെ ശബ്ദം നേർത്തു. ആദ്യമായുള്ള അവന്റെ ആ വിളിയിൽ അവൾ അത്ഭുതപ്പെട്ടു. അവൾ അവനെ തലയുയർത്തി ചെറുമടിയോടെ നോക്കി. അച്ചു, കരയിലെടാ. തൻ്റെ കണ്ണീർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലടോ. അബിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുമോ എന്ന് അച്ചു ആശ്ചര്യപ്പെട്ടു. ഞാനെല്ലാം പറയാടോ. 2 വർഷം മുമ്പ് എന്നെയും കീർത്തിയുടെയും കല്യാണം കഴിഞ്ഞു. പക്ഷെ ഒരാഴ്ച പോലും തികച്ച അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഏതൊരു ഭർത്താവിനെയും പോലെ ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് അവളോടൊപ്പം ഒരു ജീവിതം തുടങ്ങിയത്. പക്ഷെ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാഴ്ചയിൽ ഒരു ദിവസം പോലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ല. അവൾ സുന്ദരിയായിരുന്നു, തൊലിക്ക് നല്ല നിറമുള്ളവൾ. ഈ തൊലിക്ക് നിറം കുറഞ്ഞവനെ അവൾക്ക് ഭർത്താവായിട്ട് ഉൾക്കൊള്ളാനാവില്ല അത്രേ. അത് പറയേ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശബ്ദമിടറി. കണ്ണുകൾ തുടച്ച് അബി പറയുന്ന കഥ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്ന അച്ചുവിന്റെയും കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് അബി എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. വാക്കുകൾ കിട്ടാതെ അവൾ മൗനമായിരുന്നു. അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവസാനം എൻ്റെ മുഖത്തോക്കി പറഞ്ഞ വാക്കുകൾ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കാതിൽ ഒരു കടൽ തിര പോലെ അലയടിക്കുന്നുണ്ട്. എന്താ അവള് പറഞ്ഞ്? അവള് പറഞ്ഞ് അവൻ ഓർത്ത് പറയാൻ ശ്രമിച്ചു. എൻ്റെ ഭർത്താവ് പോകുന്ന ആളിനെ പറ്റി എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് എനിക്ക് കിട്ടിയതോ ഇയാളെ. എന്നെ ഇയാളെയും കാണാൻ എന്തെങ്കിലും ഒരു മാച്ച് ഉണ്ടോ? ഇയാളോടൊപ്പം ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? 4 പേരോട് ഇയാളെൻ്റെ ഭർത്താവാണെന്ന് ഞാനെങ്ങനെ പറയും? ഇയാൾ എനിക്കൊരു കുഞ്ഞുണ്ടായ അത് ഇയാളെ പോലെ ഇരുന്ന? ബാക്കി ഓർത്ത് പറയാൻ അബിക്കായില്ല. അവൻ പൊട്ടിക്കറഞ്ഞു. അച്ചുവിൻ്റെയും കണ്ണിൽ നിന്ന് കണ്ണീർ പൊടിഞ്ഞു. എടോ, തനിക്ക് ഞാൻ ചേരില്ല. സത്യം പറഞ്ഞാൽ താൻ അവളേക്കാൾ സുന്ദരിയാ. അങ്ങനെയുള്ളപ്പോൾ തനിക്ക് എന്നെ എങ്ങനെ ഇഷ്ടമാവും? തന്നെ കൂടി സ്നേഹിച്ച് കീർത്തിയെ പോലെ ഇങ്ങനെ കീറിമുറിക്കുന്ന വാക്കുകൾ തൻ്റെ വായിൽ നിന്നുകൂടി എനിക്ക് സഹിക്കാനാവില്ല. താൻ പോയിക്കോ, തനിക്ക് എന്നേക്കാൾ നല്ലൊരുവനെ കിട്ടും. അബി ഇത് പറഞ്ഞിരുത്തിയപ്പോൾ അച്ചവളുടെ കൈ കൊണ്ട് അവൻ്റെ വായ കുത്തി. വേണ്ട അബിയേട്ടാ, ഇങ്ങനെയൊന്നും പറയരുത്. അബിയേട്ട എഴുന്നേൽക്ക്, എണീക്കേട്ടാ. അവർ രണ്ടുപേരും നിലത്തുനിന്ന് എണീറ്റ് മുഖാമുഖം നിൽക്കവേ അച്ചു അബിയെ കെട്ടിപ്പിടിച്ചു. അച്ചവളുടെ മുഖം അബിയുടെ നെഞ്ചിലേക്ക് ചേർത്തു. അബി എന്ത് ചെയ്യണമെന്നറിയാതെ വിറച്ചു നിന്നു. അവൾ അവനെ മുഖമുയർത്തി നോക്കി. ഏട്ടാ, നിങ്ങൾ എൻ്റെ ജീവനാ. നിങ്ങളില്ലാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും എനിക്ക് സാധ്യമല്ല. അബിയുടെ കണ്ണിൽ നിന്ന് ആനന്ദാശ്രു പൊഴിഞ്ഞു.
ഒരിക്കലും ഞാൻ കീർത്തിയെ പോലെയാണെന്ന് കരുതരുത്. കീർത്തിയെ പോലെ എനിക്ക് തൊലിയുടെ നിറമില്ല, മനസ്സിൻ്റെ നിറമാണ് പ്രധാനം. നിങ്ങളുടെ മനസ്സ് തൂവെള്ളയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അച്ഛൻ്റെ കൂടെ പോവേണ്ട, എനിക്ക് എന്നും ഏട്ടൻ്റെ കൂടെ നിൽക്കണം. ഏട്ടൻ എന്നെ ഇഷ്ടമല്ലേ? പറ. എനിക്ക് ഈ നെഞ്ചിൽ തലയായിച്ച് ഉറങ്ങണം എന്നും. അബിയുടെ നാവിൽ നിന്ന് വാക്കുകൾ വന്നില്ല. അത് അവൻ്റെ തൊണ്ടയിൽ കുടുങ്ങി. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ അച്ചുവിനെ നെഞ്ചോട് ചേർത്ത് ഇറുകെ പുണർന്നു. അവളുടെ 2 ചുവന്ന കവിളുകളിലും കൈവച്ച് നെറുകയിൽ മുത്തി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അച്ചു, തന്നെ പോലെ ഒരു പെണ്ണിനെ ഭാര്യയെ കിട്ടാൻ ഞാൻ എന്ത് പുണ്യാടാ ചെയ്തേ. ഇനി നിന്റെ അച്ഛൻ മോഹൻ തമ്പിക്കല്ല, ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കൂല. നീ ഇനി എൻ്റെ അടി പെണ്ണേ, ഈ അബിയുടെ പെണ്ണ്. അപ്പോൾ ആരോ വാതിൽ മുട്ടി. ആരെ ഈ നേരത്ത് സമ്മതിക്കൂല. അച്ചുവിന് ചിരിയടക്കാനായില്ല. ചിരിക്കണ്ട, ഞാൻ വരുന്നു. മോനെ അബി, വാതിൽ തുറന്നേ. ചേട്ടാ, ചേട്ടത്തി. അബി വാതിൽ തുറന്നു. ചേട്ടാ, ചേട്ടത്തി, നിങ്ങൾ എന്ത് തീരുമാനിച്ചു? നിങ്ങൾ സംസാരിച്ചോ? ചേട്ടത്തിയോടെ എല്ലാം പറഞ്ഞോ? ഡാനിയും കൂട്ടാ, ചേട്ടത്തി എങ്ങോട്ടും പോകുന്നില്ല. സത്യാണോ മോളെ? അതെ അമ്മേ, ഏട്ടൻ എന്നോട് എല്ലാം പറഞ്ഞു. കീർത്തി പോയത് ഏട്ടൻ്റെ തെറ്റില്ലല്ലോ. പിന്നെ എനിക്ക് തൊലിയുടെ നിറന്നൊരു കാര്യമില്ല, മനസ്സ് നന്നായിരുന്നാൽ മതി. ഭവാനി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. ചേട്ടത്തിനെ എങ്ങോട്ടും പോകുന്നില്ല അല്ലേ? അതെ ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ചേട്ടനെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ചേട്ടന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന്. ചേട്ടത്തിയാണ് ചേട്ടനെ വിധിച്ചിരിക്കുന്നത്, ആ കീർത്തിയല്ല. ആ നേരെ ഒരുപാടായില്ലേ, അത്താഴം കഴിക്കണ്ടേ? എനിക്കെന്തോ തീരെ വിശപ്പില്ല അമ്മേ. എടോ, തനിക്ക് വിശക്കുന്നുണ്ടോ? ഇല്ലേട്ടാ, എനിക്ക് വിശക്കുന്നില്ല. ഓവേ, ഇന്ന് രാത്രി രണ്ടാൾക്ക് വിശപ്പൊന്നും കാണില്ല. അത് ശരി, ഒന്ന് പോയടാ അവിടുന്ന്. അയ്യോ, അലയിലും നമ്മൾ പോവാണേ. അമ്മേ വായു വായു, നമ്മളിനി സ്വർഗത്തിലെ കട്ടുറുമ്പാവണ്ട. അച്ചുവിന്റെയും അബിയുടെയും മുഖം ലജ്ജയാൽ ഒരു ചെറുപുഞ്ചിരിയോടെ താഴ്ന്നു. ശേഷം വാതിലടച്ച് അവർ കിടക്കാനൊരുങ്ങി. അബി അച്ചുവിന്റെ തോളിലേക്ക് 2 കൈകളും എടുത്തു വെച്ചു. അപ്പൊ ഇന്നാണല്ലോ നമ്മുടെ ആദിരാത്രിയല്ലേ? അയ്യടാ, മാറിക്ക് അങ്ങോട്ട്. ആളവന്റെ കൈ തട്ടി മാറ്റി തിരിഞ്ഞു. അവനവളെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവളുടെ തോളിലൂടെ കിടന്ന മുടികൾ പതുക്കെ എടുത്തു മാറ്റി കഴുത്തിൽ ഉമ്മ വെച്ചു. ശേഷം ഒരു മാമ്പഴം പോലെ അവളുടെ കഴുത്ത് അവന്റെ അത്തരങ്ങളാൽ ഊരിയെടുത്തു. അവൾ പുളഞ്ഞുപോയി. അവനവളെ കട്ടിലേക്ക് കിടത്തി. അവൾ നാണത്താൽ തിരിഞ്ഞു കിടന്നു. മുഖവും പൊത്തി അവൻ സാരിയുടെ പിന്നുകളെല്ലാം അഴിച്ചു മാറ്റി. കൈയെടുക്ക് പെണ്ണെ, എന്റെ പെണ്ണിനെ ഞാനൊന്ന് കാണട്ടെ. അവളുടെ ശീൽക്കാര ശബ്ദങ്ങൾ മുറിയിലാകെ ഒഴുകി നടന്നു. അച്ചു അബിയിലേക്ക് പൂർണ്ണമായിട്ട് അലിഞ്ഞു ചേർന്നു. അവളുടെ ചോര തുളുമ്പുന്ന കവിളുകളും കുഞ്ഞു ചുവന്ന ചുണ്ടുകളും സ്വന്തമാക്കുമ്പോൾ അവന്റെ കൈകൾ അവരുടെ ഇടുപ്പിലൂടെയും വയറിലൂടെയും ഓടി നടന്നു. ഇനി അച്ചു എന്നേക്കും അബിക്ക് സ്വന്തം.